പയ്യന്നൂർ നിയോജകമണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വിശ്വാസ സംരക്ഷണ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഇന്നലെ വൈകുന്നേരം 4-ന് പെരിങ്ങോം ടൗണിൽ വെച്ച് നടന്ന പരിപാടി CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നിയോജകമണ്ഡലം UDF ചെയർമാൻ M ഉമ്മർ അധ്യക്ഷനായി. പ്രമുഖ UDF നേതാക്കൾ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഇപ്പോ ശ്രീജിത്ത് IPS തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് ഈ സംസ്ഥാനത്തിലെ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. എന്തിനാ സഞ്ചരിക്കുന്നത്? പ്രായശ്ചിത്തം ചെയ്യാനാണ്. വിശ്വാസികളുടെ മുമ്പിൽ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരു IPS ഉദ്യോഗസ്ഥനായി ശ്രീജിത്ത് മാറി. എന്തിനാ അങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചത്? ശബരിമലയിലേക്ക് പോലീസിന്റെ വേഷത്തിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ സ്ത്രീ പ്രവേശനം എന്നല്ല അതിനെ പറയാ, യുവതീ പ്രവേശനമാണ്. 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുണ്ടവിടെ. യുവതികൾക്കാണ് പ്രവേശനമില്ലാത്തത്. ആ യുവതീ പ്രവേശനം അടിച്ചേൽപ്പിച്ചത് അവിടുത്തെ വിശ്വാസത്തിന്റെ മേലെയുള്ള കടന്നുകയറ്റമായിരുന്നില്ലേ? ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. 1924 വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ ചുറ്റിലേക്ക്, നാലമ്പലത്തിന്റെ പ്രവേശന കവാടത്തിലേക്ക് കടന്നു പോകാൻ അവർക്ക് അവകാശമില്ലാത്തപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെയും മണ്ടത്ത് പത്മനാഭന്റെയും നേതൃത്വത്തിൽ, ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിൽ, PK മോഹന്റെ നേതൃത്വത്തിൽ, അബ്ദുൽ ഖാദർ മോഹന്റെ നേതൃത്വത്തിൽ, അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. അത് ആചാര ലംഘനത്തിന് വേണ്ടിയായിരുന്നില്ല, സവർണന്റെ അവകാശത്തിന് വേണ്ടിയായിരുന്നു. അവരുടെ അവകാശത്തിന് വേണ്ടിയായിരുന്നു. നാലമ്പലത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ കൈകളിലുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള റോഡുകളിൽ അവർ സഞ്ചരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അത് ആചാര ലംഘനമായിരുന്നില്ല, അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. നിങ്ങളൊന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരൊന്നില്ല. 1924 ജനുവരി മാസം 30-ാം തീയതിയാ ഞങ്ങൾ നടത്തിയ സമരം. 603 ദിവസം നടത്തുന്ന സമരം. 603 ദിവസം മറന്നു പോകരുത്. വിശ്വാസികൾക്ക് വേണ്ടി, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്തതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നിങ്ങളെ ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും കോൺഗ്രസിന്റെ സമരമാണ്. നിങ്ങൾ നടത്തിയത് എന്താണ്? ഒരു വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിൽ യുവതീ പ്രവേശനം നടത്താൻ ആളുകളെ കൊണ്ടുപോയി, യുവതികളെ കൊണ്ടുപോയി അവിടുത്തെ വിശ്വാസത്തിന്റെ മേൽ കടന്നു കയറി. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ വിശ്വാസമല്ലേ? ശബരിമലയിൽ വിശ്വാസമാണോ പറശ്ശിനിക്കടവ്? ശബരിമലയിൽ വിശ്വാസമാണോ തളിപ്പറമ്പിൽ? ഓരോ ഇടത്തും വ്യത്യസ്തമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് നേരത്തെ അജീർ പറഞ്ഞതുപോലെ വൈവിധ്യങ്ങൾ കൊണ്ട്, വൈജാത്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ രാജ്യത്തിനകത്ത് അവിശ്വാസികൾക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിശ്വാസികൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വല്ലാത്ത സ്വാധീനം ചെലുത്താൻ സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ ഏറ്റവും വലിയ യുക്തിവാദിയും സോഷ്യലിസ്റ്റുമായ നെഹ്റുവിന്റെ മുമ്പിൽ പോലും ഭക്തിവിശ്വാസമുള്ളവരെ കുറിച്ചുള്ള ചർച്ചയുണ്ടാവുകയും ഭക്തിവിശ്വാസികൾക്ക് അനുസരിച്ചുള്ള ഭരണഘടന ഈ രാജ്യത്ത് ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് നമുക്കറിയാമല്ലോ. മലമ്പുഴയിലെ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേദിയിൽ EM ശങ്കർ. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറു.